ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നല്ല മഴയുണ്ട് അവിടെയൊക്കെ. നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഈ ഒരു മഴേൻ്റെ ഒരു വീഡിയോ ഒന്നുമല്ല. നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ രണ്ടാമത് ഇതിൻ്റെ മ്യൂസിക്കൊക്കെ കളഞ്ഞിട്ട് വോയിസ് ഇട്ടിട്ട് ചെയ്യാൻ കേട്ടോ. ആൺപൂ തേടി പോകുന്ന വഴി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് ഞാൻ മത്തങ്ങ നട്ടിട്ടുണ്ടായിരുന്നു. അത് വിഷുവിന് നട്ടിട്ട് ഓണത്തിന് പറിക്കാമെന്നുള്ള ഒരു കണ്ടൻ്റ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പടിപടിയായിട്ടുള്ള വീഡിയോൻ്റെ ഒരു തുടക്കമാണ് ഇട്ടത്. തുടക്കമല്ല, നട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. മത്തനെ കുറിച്ചിട്ട് മത്തങ്ങ നമ്മളെ വീട്ടിൽ പാകം ചെയ്യാനായിട്ട് കൊണ്ടുവന്നത് ഒരു 2, 3, 4, 5 വിത്തിട്ട് നട്ടിട്ട് അതൊക്കെ ക്ലിയറായിട്ട് ഓരോ വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു വിത്തൊന്നും അതിനായിട്ട് എടുത്തു വെക്കാതെയും ഇതാക്കാതെയും ഉണ്ടാക്കാമെന്നുള്ളൊരു ലൈനിലാണ് കേട്ടോ. പിന്നെ മത്തങ്ങ എന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇലകളും ഒക്കെ നമ്മൾ പാകം ചെയ്ത് കഴിക്കുമല്ലോ. അപ്പോൾ ആൺപൂ കായ വന്നു എന്നൊക്കെ എഴുതി കാണിച്ചതായിരുന്നു. ഇതിന് ഞാൻ മ്യൂസിക് ആയിരുന്നു ഇട്ടിരുന്നത്. അത് ഞാൻ ക്ലൈം വന്നപ്പോൾ അത് ഡിലീറ്റ് ആക്കിയിട്ട് നമ്മൾ വോയിസ് തന്നെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. വന്നില്ല, കാത്തിരിക്കുകയാണെന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം കേട്ടോ. ഒരുപാട് വീഡിയോയ്ക്ക് ഇതുപോലെ ക്ലൈം വന്നിട്ടുണ്ട്. അപ്പോൾ ബായ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മഴയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ഒന്നും അല്ല കേട്ടോ. നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അതിന് മ്യൂസിക്കിന് കംപ്ലൈൻറ്റൊക്കെ വന്നിട്ടും വോയിസ് ആക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. ആൺപൂ തേടി പോകുന്ന വഴി എന്നാണ് ഇതിനെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് വോയിസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വോയിസൊക്കെ ഇട്ടിട്ട് ഞാൻ വീണ്ടും ഇത് അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള മുളകും അതുപോലെ തന്നെ ചേമ്പിന് മണ്ണിടാനൊക്കെ ഞാനിങ്ങനെ പറയുന്നുണ്ട്, ഇതിൽ എഴുതി കാണിക്കണമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന കായ്ക്കറികൾ ഒക്കെ ഉണ്ടാവുമല്ലോ, മത്തങ്ങ, കുമ്പളങ്ങ, എല്ലാം വഴുതനങ്ങ, എല്ലാത്തിൻ്റെയും കുരു നട്ട് കൊടുത്താൽ തന്നെ ഉണ്ടാവും. വിത്തൊന്നും കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ വാങ്ങിക്കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കണ്ടൻറ്റ്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക, മത്തങ്ങൻ്റെ നല്ല വിത്ത് കിട്ടിയപ്പോൾ ഞാൻ നട്ട് കൊടുത്തായിരുന്നത് കേട്ടോ. ഇത് വിഷുവിനാണ് ഞാൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. വിഷുവിന് നട്ടാൽ ഓണത്തിന് പറിക്കാമെന്ന് പഴമൊഴി ഉണ്ടല്ലോ. അപ്പോൾ അത് ശരിയാവുമോ നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആൺപൂ വന്നിട്ടുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചെറുതാ ഉണ്ടാവും, ചാടിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തായാലും ഓണത്തിൻ്റെ അന്ന് ഞാൻ ഇതിൻ്റെ വിത്ത് പറിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വിത്തല്ല, ഇതിൻ്റെ ഫലം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് വേറെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.